നമസ്കാരം. ജീവിതം നല്ല നിലയിൽ ജീവിച്ച് പൊടുന്നനെ താഴെത്തട്ടിലേക്ക് പിന്തള്ളപ്പെട്ടവർ ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ 16 വിധ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ശിവഭഗവാൻ തോഴനായ സുന്ദരമൂർത്തി നായനാർക്ക് വേണ്ടി തന്റെ പുത്രന്മാരെ പണയം വെച്ച് പൊന്നാണയം നൽകിയതുമായ ഒരു പ്രശസ്ത ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വെഞ്ചമാംകൂടലൂർ കല്യാണ വികൃതീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ കരൂർ അരവക്കുറിച്ചി റോട്ടിൽ 6 റോഡുകൾ ചേർന്നിടത്തു നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിൽ കുടകനാറിന്റെ കിഴക്ക് കരയിൽ വെഞ്ചമാംകൂടലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, കല്യാണ വികൃതീശ്വരർ, വികൃതനാഥേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി പാർവതി, മധുരഭാഷിണി, പന്നീർ മൊഴിയമ്മ, വികൃതാംബികെ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. വികൃതീശ്വരർ എന്നാൽ ഭക്തരുടെ നന്മയ്ക്കായി എല്ലാം തരുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം. ദേവാരം പാടലിൽ ഉൾപ്പെട്ടിട്ടുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 263ാമത്തേതും 7 കൊങ്കുനാട്ടു ശിവസ്ഥലങ്ങളിൽ 5ാമത്തേതുമാണ് ഈ ക്ഷേത്രം. ഈ 7 കൊങ്കുനാട്ടു ക്ഷേത്രങ്ങളും ക്ഷേത്രവാതിലിൽ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ സുന്ദരമൂർത്തി നായനാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി ദേവാരം പാടലിൽ പതികം പാടിയിരിക്കുന്നു. സുന്ദരമൂർത്തികൾക്ക് ഭഗവാൻ പൊന്നാണയങ്ങൾ കൊടുത്ത പല ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യനെ കുറിച്ച് തന്റെ തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. സ്ഥലപുരാണ പ്രകാരം കൊങ്കുമണ്ഡലം ആദ്യകാലത്ത് ഭരിച്ച വെഞ്ചമൻ എന്ന വേടരാജാവിന്റെ പേരിൽ നിന്നാണ് വെഞ്ചമൻകൂടലൂർ എന്ന സ്ഥലനാമം വന്നത് എന്നാണ് പറയുന്നത്. കുടകനാറും മണിമുത്താറും കൂടിച്ചേരുന്ന സ്ഥലമെന്നതിനാൽ കൂടലൂർ എന്ന സ്ഥലനാമം വന്നു എന്നും പറയുന്നു. പ്രധാനമായും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കുന്ന ക്ഷേത്രമാണിത്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് ശുഭാപ്തി വിശ്വാസം അരുളുന്ന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു നാൾ ശിവസ്ഥല യാത്രയ്ക്കിടെ 63 നായന്മാരിൽ ഒരാളായ സുന്ദരമൂർത്തി നായനാർ ഭഗവാനെ സന്ദർശിക്കാൻ ഇവിടെ എത്തി. ശിവഭഗവാനെ ഒരു തോഴനായി കണ്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ഭഗവാനോട് കുട്ടികളെപ്പോലെ വാശി പിടിക്കുകയും ചെയ്യുന്ന ആളാണ് സുന്ദരമൂർത്തി നായനാർ. ശിവഭഗവാനും സുന്ദരമൂർത്തി നായനാരുടെ കുറുമ്പുകൾക്കെല്ലാം കൂട്ടുനിൽക്കാറുമുണ്ട്. ശിവസ്ഥല യാത്രയിൽ കൂടെ പുറപ്പെട്ടു വരുന്ന ശിവഭക്തർക്ക് ആഹാരവും വസ്ത്രവും വാങ്ങിച്ചു കൊടുത്ത് കൂടെ കൂട്ടുന്ന ആളായ സുന്ദരരുടെ കയ്യിലെ പണമെല്ലാം തീർന്നുപോയിരുന്നു. ഇവിടെ എത്തി ഭഗവാനോട് പൊന്നാണയങ്ങൾ വാങ്ങിച്ചിട്ട് പോകാം എന്നു കരുതി സുന്ദരമൂർത്തി നായനാർ പല പ്രാവശ്യങ്ങളിലായി പല ക്ഷേത്രങ്ങളിൽ വെച്ച് ഭഗവാൻ സുന്ദരർക്ക് പൊന്നാണയങ്ങൾ നൽകിയിട്ടുമുണ്ട്. കിട്ടിയ പൊന്നാണയങ്ങൾക്ക് മാറ്റുകുറവുണ്ടോ എന്ന് ഉരച്ചു നോക്കിച്ച ആളാണ് സുന്ദരമൂർത്തി നായനാർ. ഭഗവാൻ കൊടുക്കുന്ന പൊന്നാണയത്തിന് മാറ്റുകുറവുണ്ടാകുമോ എന്ന് ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാം. പക്ഷേ തിരുവീഴിമഴയിലെ ക്ഷേത്രത്തിൽ വെച്ച് തിരുജ്ഞാന സംബന്ധർക്ക് മാറ്റുകുറഞ്ഞതും അപ്പർ സ്വാമികൾക്ക് മാറ്റുകൂടിയതുമായ പൊന്നാണയം കൊടുത്തതായി ഐതിഹ്യമുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ഇപ്രാവശ്യം സുന്ദരർ സ്വർണ്ണനാണയം ആവശ്യപ്പെട്ടപ്പോൾ ശിവഭഗവാൻ തന്റെ കയ്യിൽ പൊന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. ഭഗവാന്റെ അടുത്തില്ലെങ്കിൽ പൊന്നു പിന്നെ ആരുടെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞ് ശിവഭഗവാന്റെ വാദങ്ങളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ എങ്ങനെയെങ്കിലും പൊൻപണം തന്നേ പറ്റൂ എന്ന് വാശി പിടിച്ചു സുന്ദരർ. ഒടുവിൽ ശിവഭഗവാൻ പാർവതി ദേവിയോട് ഒരു വൃദ്ധ സ്ത്രീയുടെ രൂപത്തിൽ വരാൻ പറഞ്ഞ് ഗണപതി ഭഗവാനെയും മുരുകനെയും വൃദ്ധയ്ക്ക് പണയം വെച്ച് സ്വർണം വാങ്ങിച്ച് സുന്ദരമൂർത്തി നായനാർക്ക് കൊടുത്ത സ്ഥലമാണ് ഈ ക്ഷേത്രം. കൂട്ടുകാരന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത്. വേറൊരു ഐതിഹ്യം, ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളും സപ്തഋഷികളിൽ ഒരാളുമായ ഗൗതമ മഹർഷി തന്റെ തപോബലത്താൽ അളവിലധികം പുണ്യം സമ്പാദിച്ചു. അധികമായാൽ അമൃതം വിഷം എന്നതിനാൽ അദ്ദേഹത്തിന്റെ തപോബലം കുറയ്ക്കുന്നതിനായി ദേവലോകത്ത് ആലോചനകൾ നടന്നു. ഒടുവിൽ ഇന്ദ്രനെ അതിനായി തെരഞ്ഞെടുത്തു. ഗൗതമ മഹർഷിയുടെ ഭാര്യ അഹല്യയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ ഇന്ദ്രൻ ഒരു നാൾ ഗൗതമ മഹർഷിയും ഭാര്യ അഹല്യയും താമസിക്കുന്ന ആശ്രമത്തിനടുത്തെത്തി. നേരം വെളുക്കുന്നതിന് വളരെ മുമ്പേ ഒരു പൂവൻകോഴിയുടെ രൂപമെടുത്ത് കൂവി. അതിരാവിലെ പൂജാതികർമ്മങ്ങൾക്കായി സ്നാനത്തിനായി പുഴക്കരയിലേക്ക് പോകുന്ന ശീലമുള്ള ഗൗതമ മഹർഷി പുഴക്കരയിലേക്ക് നടന്നു. ആ തക്കത്തിന് ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ച് അഹല്യയുമായി ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഒരു പ്രത്യേക ഘട്ടത്തിൽ അഹല്യ അത് തന്റെ ഭർത്താവല്ലെന്ന് മനസ്സിലാക്കിയെങ്കിലും അനങ്ങിയില്ല എന്നാണ് ചില പുരാണങ്ങളിൽ പരാമർശം. അങ്ങനെയല്ലെങ്കിൽ പതിവ്രതാരത്നമായ അഹല്യയ്ക്ക് എന്തുകൊണ്ട് ഇന്ദ്രനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും വാദമുണ്ട്. പുഴക്കരയിലെത്തിയ ഗൗതമ മഹർഷി ദിവ്യദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആശ്രമത്തിലെത്തിയതും ഇന്ദ്രൻ ഒരു പൂച്ചയുടെ രൂപമെടുത്ത് പുറത്തു കടന്നു. ദേഹം മുഴുവൻ കണ്ണുകളോടെ വികൃത രൂപിയായി മാറട്ടെ എന്ന് മഹർഷി ഇന്ദ്രനെ ശപിച്ചു. രജോ ഗുണമുള്ള നീ ഇനി ആഹാരം കഴിക്കാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ തപോവനത്തിൽ ശിലയായി കിടക്ക് എന്ന് ഗൗതമ മഹർഷി അഹല്യയെയും ശപിച്ചു എന്നാണ് ഐതിഹ്യം. ഇന്ദ്രനും അഹല്യയ്ക്കും ശാപം വർഷിച്ചതിനാൽ ഗൗതമ മുനിയുടെ തപോബലം കുറഞ്ഞെന്നാണ് പറയുന്നത്. പുണ്യമായാലും അളവിലധികം വേണ്ട എന്നതിനുദാഹരണമാണ് ഈ കഥ. ദുഃഖിതനായ ഇന്ദ്രൻ തന്റെ ശാപം മാറ്റാൻ പല ശിവസ്ഥലങ്ങൾ സന്ദർശിച്ചു വരവെ ഇവിടെ എത്തി കല്യാണ വികൃതീശ്വരരെ പൂജിച്ച് തന്റെ ശാപം മാറ്റിയെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏകദേശം 1200 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5 നിലയുള്ള രാജഗോപുരത്തോടും കൂടിയ വെഞ്ചമാംകൂടലൂർ കല്യാണ വികൃതീശ്വര ക്ഷേത്രം 7ാം നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രമായിരിക്കാമെന്നാണ് അനുമാനം.
ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ, ത്രിഭുവന ചക്രവർത്തി, ജയകേസരിവർമ്മൻ, രാജകേസരിവർമ്മൻ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. കുടകനാറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ ക്ഷേത്രം ഛേദമടഞ്ഞതായും 1982 പുനർനിർമ്മാണം ചെയ്തതായും പറയപ്പെടുന്നു. ക്ഷേത്രഗോപുരത്തിന് മുൻവശത്ത് കൽവിളക്ക് തൂണും വിനായകരും നന്ദിയും അതിനടുത്ത് ആൽമര വിനായകരും. ക്ഷേത്രഗോപുരത്തിന്റെ ഇരുവശത്തുമായി വിനായകർ മുരുകൻ സന്നിധികളാണ്. റോഡ് ലെവലിൽ നിന്നും 6 അടി താഴ്ചയിലാണ് ക്ഷേത്രം. ഭഗവാനെ ദർശിക്കാൻ 16 പടികൾ ഇറങ്ങി വേണം പോകാൻ. ജീവിതത്തിലെ ചില തെറ്റായ തീരുമാനങ്ങളാലോ ജാതകദോഷത്താലോ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിന്നതിനാലോ ചതി വഞ്ചന എന്നിവയാലോ വളരെ വലിയ സ്ഥാനങ്ങളിൽ ധനാഢ്യരായി ഇരുന്ന് പെട്ടെന്ന് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഭക്തർ ഇവിടം സന്ദർശിച്ച് ഭഗവാന് വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ച് വീണ്ടും 16 പടികൾ കയറി തിരിച്ചു പോയാൽ ജീവിതത്തിലെ 16 ശെൽവങ്ങൾ, അതായത് 16 വിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും എന്നാണ് വിശ്വാസം. ആ 16 ശെൽവങ്ങൾ ഇവയാണ്: അസുഖങ്ങളില്ലാത്ത ജീവിതം, നല്ല വിദ്യാഭ്യാസം, ധനസമ്പത്ത്, ധാന്യസമൃദ്ധി, താരതമ്യപ്പെടുത്താനാവാത്ത സൗന്ദര്യം, നശിക്കാത്ത പ്രശസ്തി, നല്ല അംഗീകാരം, എന്നും യുവത്വം, സൂക്ഷ്മമായ അറിവ്, സന്താനഭാഗ്യം, നല്ല ഉടൽബലം, നല്ല മനോബലം, ദീർഘായുസ്, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം, നല്ല ഭാവി, നല്ല ബന്ധങ്ങൾ. പ്രധാന കരുവറയ്ക്ക് മുൻവശത്തായി കൊങ്കുനാട്ട് ശിവസ്ഥലങ്ങളിലെ ശിവലിംഗങ്ങളും ക്ഷേത്ര സീലിംഗിൽ 12 ജ്യോതിർലിംഗ ചിത്രങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് പഞ്ചഭൂതലിംഗങ്ങളും അതിനു പിന്നിൽ ആ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങളും മനോഹരമായി പെയിന്റ് ചെയ്തിരിക്കുന്നു. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കഴിഞ്ഞാൽ കരുവറയുടെ മുൻവശത്ത് അരുണഗിരിനാഥരും സുന്ദരമൂർത്തി നായനാരും. കരുവറയ്ക്കുള്ളിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ കല്യാണ വികൃതീശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഏകദേശം 5 അടി ഉയരത്തിലുള്ള വലിയ ശിവലിംഗമാണ്. അമ്പാൾ തനി സന്നിധിയിൽ പന്നീർ മൊഴിയമ്മ എന്ന നാമത്തിൽ 4 കരങ്ങളോടെ കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. സന്താനഭാഗ്യത്തിന് ഭക്തർ ഇവിടെ വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. സുബ്രഹ്മണ്യന് തിരുക്കല്യാണം വഴിപാട് ചെയ്താൽ പിരിഞ്ഞ ദമ്പതികൾ ഒന്നിക്കും. ഭഗവാനെയും ദേവിയെയും ദർശിച്ചു പോയാൽ 16 ശെൽവങ്ങളും ലഭിക്കും എന്നതാണ് പ്രധാനമായ വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ കന്നിമൂല ഗണപതി, അപ്പർ, സിദ്ധിവിനായകർ, ഭൈരവർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, വള്ളിദേവയാനി സമേതനായി മയിലിന്റെ മേൽ കാൽവെച്ച് സുബ്രഹ്മണ്യർ, നവഗ്രഹങ്ങൾ, നമ്പിയാണ്ടാർ നമ്പികൾ, സേക്കിഴാർ, 63 നായന്മാർ, നടരാജസഭ, പുറത്തെ പ്രകാരത്തിൽ ചന്ദ്രൻ, സൂര്യൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം വികൃത തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി പ്രദോഷം കൂടാതെ മാർഗഴി തിരുവാതിര, ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക ദീപം, മഹാശിവരാത്രി 10 നാൾ ബ്രഹ്മോത്സവം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 25 കിലോമീറ്റർ, ഈറോഡ് നിന്നും 87 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.